ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പോവാനായിട്ട് ഒരു ദിവസം ഇല്ലല്ലോ, നാളെ നാളെ രാത്രി ഞാൻ പോകും ഗൈസ്. എന്റെ ഗായത്രി വന്നു ഗൈസ് എന്നെ കാണാൻ വെച്ച്. അതായത് ഗായത്രീനെ കാണാൻ വേണ്ടി ഞാൻ പോവാൻ വന്നപ്പോ ഗായത്രീനെ എന്നെ കാണാൻ വേണ്ടി വരും. അതെ, അതാണ് നമ്മളെ ഒരു ബന്ധം. അവള് വരുന്നതിൽ കുറെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ നോക്കുമ്പോ അവളെല്ലാം റീഡ് ഓക്കെ എന്തൊക്കെ കൊണ്ടുപോയി നോക്കട്ടെ എന്തൊക്കെ ചെയ്തിരുന്നു നോക്കണം. ഞാനിപ്പോ ഒരു ലെഗിൻസ് കണ്ടെത്തി അവളുടെ ഒരു കവർ ചെയ്യുന്ന കുറെ ടീഷർട്സും കുർത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപോയത് കോളേജിന് ഇടാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ടേബിൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തീർന്നു. കുറെ ചിപ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ഞാൻ കണ്ടു. ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിയത്. അത് സത്യം. അത് ഞാൻ ഇവളുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിന്റെ ഇതിനൊക്കെ വലുതാണോ ചെറുതാണോ എന്തൊരു വ്യത്യാസം ഉണ്ടോ? സെയിം അല്ലേ? എന്തൊരു വ്യത്യാസമല്ലേ? ഞാൻ നിന്റെയിലും എന്തൊരു വ്യത്യാസം? മെറ്റീരിയൽ ആണോ വ്യത്യാസം? ആണോ? ഇത് പേട്ട മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നി. അവളുടെ സത്യമൊക്കെ അത് നോക്കിട്ട് തന്നെ മേടിച്ചേ. നിന്റെ ലിങ്ക് മേടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ആക്രമണം കയറി മേടിച്ചതായി. പക്ഷെ എന്നാലും അതെ, അത്രേ ഉള്ളൂ. ഞാൻ മുക്കിരിക്കുന്നതാണ് പെട്ടി. പെട്ടി അവളെന്റെ പെട്ടി തുറന്നു. അതെ, എസ്തെറ്റിക് പെട്ടി തുറന്നു. ഇങ്ങനെ നീ എന്നിട്ട് തുറന്നു. അയ്യോ, ചൂട് 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 പൊടുക്കത്തെ ചൂടാ കൈ. അതെ, കഷ്ടപ്പെടാ. ഇത് ഡ്രസ്സിന്റെ ഐറ്റംസ്. പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ മേടിച്ച കുപ്പിവള. ഓക്കെ, അത് ഞാൻ നോക്കാം. ഇത് പുറത്തേക്കുള്ളത്. അതും പുറത്തേക്കുള്ള തന്നെയാ. എല്ലടി പഴയതാ. ഞാൻ ഇടാത്ത കുറെ എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിലിടാനുള്ളതാ. ഇതൊക്കെ വീട്ടിലിടാൻ ട്രാക്കുകളാണ്. അത് നമ്മുടെ ടോപ്പ് നോർമൽ വെയർ സാധനം. അന്ന് വെച്ച അമ്പലത്തില് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്ന് നമുക്കൊന്ന് സാരി കൊടുക്കണം എന്നൊക്കെ ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കണ്ടിട്ട് അത് കൊണ്ടുപോകും. വെച്ചിട്ടില്ലുള്ളിൽ അങ്ങനെ. ഞാൻ അടുത്ത സീക്രട്ട് അറിയുണ്ട്. ഇതിനുള്ളില് ഇതിലൊരെണ്ണത്തിൽ ഞാൻ പട്ടുപാവാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മലയാളിയാ. ഒരു പട്ടുപാവാട, പിന്നെ കുറച്ച് നല്ല ഡ്രസ്സുള്ള മഞ്ഞ ടോപ്പ്. നീ കണ്ടിട്ടുണ്ടോ എന്റെ മഞ്ഞ കളർ ഒരു ടോപ്പ്? അതന്നെ അങ്ങനത്തെ ടോപ്പും അതുപോലത്തെ 2 സാധനങ്ങൾ ഇതിലെടുത്ത് വെച്ചു. ഇത് ബുക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് എന്ന ബുക്ക്. അതെ, അതേ ഷർട്ടിട്ടു. ഫ്രണ്ട്സ് ഗിഫ്റ്റ് എന്ന ബുക്ക്. അത് ഷർട്ടിട്ടു. ഫുള്ള് മറ്റേ ആഷ് കളർ ഷർട്ടൊക്കെ ഇട്ട് വെച്ചു. ഒരെണ്ണം മാത്രം ഷർട്ട് ഇട്ടില്ല. ഷർട്ട് കിട്ടാത്ത കാരണം അത് ഉണ്ടാവുണ്ട് ഇവിടെ. മറ്റേ പേപ്പർ കട്ടുള്ളോ മറ്റേ ഗ്ലോസി സാധനങ്ങളില്ല. ഇപ്പൊ മേടിച്ച ടോപ്പുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ അതിപ്പോ കാണാം. അത് നമ്മൾ എടുത്തേക്കാൻ പോകാൻ ഗൈസ്. അപ്പൊ അതോട് കഴിഞ്ഞാൽ കഴിഞ്ഞു. വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും. നമുക്ക് ഇതിന്റെ മേലെ ഇങ്ങനെ തോർത്തമ്മയ്ക്ക് അടിക്കാൻ കൊടുക്കണം. അത് അടിച്ചില്ല. അതിന്റെ നൂല് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് വെച്ചതിന്റെ മേലെയിട്ട് കുഴപ്പമില്ല. കണ്ണിന്റെ ഡ്രസ്സിന്റെ കളറുകൾ നോക്കുക ഗൈസ്. ഇത് വരണം റോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഗുണം. ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്കറിയേണ്ടത് അതാണൊക്കെ. ഇനി ഞാൻ ആരെ സ്വന്താക്കുന്നു? ഇനി ആ റോൾ എവിടെ കയറ്റാനാ? കൊറേ സ്ഥലമുണ്ട്. ഞാൻ റോൾ ചെയ്തോളാം. അപ്പൊ കൈസ് അവളെന്റെ 1 2 3 4 ടീഷർട്ട് റോൾ ചെയ്തു. ഇനി ഒരു കുർത്തി ടോപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് 3 എണ്ണം അവിടെ കഴുകാട്ടുണ്ട്. ഇനി അതുകൂടി ഇതിൽ കയറ്റേണ്ടതാണ്. പക്ഷെ അതാണ് ഞാൻ വിചാരിക്കാൻ എന്റെ ഈ ബാക്ക് പാക്കിൽ വെക്കാന്ന്. കാരണം അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എടുത്തിടാനുള്ള സാധനങ്ങൾ അധികം കൊള്ളും. നമുക്കപ്പൊ ഇന്ന് ഇതൊക്കെ എടുത്തേച്ചാലോ? ഈ ബുക്കുകൾ എടുത്തേക്കാണോ? ഒക്കെ ഇന്ന് ബുക്കുകൾ എടുത്തേക്കാണ്. വൈകിട്ട് വരണോ? ഞാൻ രാത്രി വരുമോ? അങ്ങനെ നീ ഇന്നോട് സ്റ്റേ ചെയ്തോ? അപ്പൊ വളരെ വൈകുമായിരിക്കും. നമുക്കൊന്ന് സ്ലീപ്പ് ഓവർ ചെയ്യാം. ഇല്ല ഒരു പരിപാടിയും ഇല്ല. നമുക്ക് സ്ലീപ്പ് ഓവർ ഗൈസ്. എന്താല്ലേ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് വീടിന്റെ അടുത്തുണ്ടെങ്കിലത്തെ ഗുണത അതന്നെ. എന്നോട് ഈ വ്ളോഗ് കാണുമ്പോ കാര്യം ഞാൻ കണ്ണു നിറഞ്ഞു. അറിയില്ല ഇങ്ങനെയായിട്ടിരിക്കാണ് പാവന്റെ കാര്യത്തിൽ. പാക്കിങ്ങിനിടയിൽ അവൾ എന്റെ കലാവിരുതിന്റെ ബുക്ക് പുറത്തേക്ക് എടുത്തു. അതെ, നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കാം. ആദ്യം തൊട്ട് കാണിച്ചു കൊടുക്കാറ്. തുറക്കുമ്പോ തന്നെ ഉമ്മയൊക്കെ എല്ലാവർക്കും സ്നേഹം മാത്രം.
നല്ല രസല്ലേ? പക്ഷെ ഇവിടെ ഇരിക്കാൻ സ്കെച്ച് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വെച്ചു. ഞാൻ കരുതി ഡിസൈനർ. അതെ, തനി സ്വഭാവം അവിടെ കാണിച്ചു. രണ്ടാമത്തെ ഞാൻ തനി സ്വഭാവം കാണിച്ചു. മൂന്നാമത്തെ ഞാൻ കില്ലാടി. പിന്നെ കില്ലാടിത്തരും. കൊള്ളാം. ഇതൊരു കാറിന്റെ ഗാലറിന്ന് എടുത്ത് പരിശോധന ഗൂഗിളാണോ? ഗൂഗിൾ പിൻട്രസ്റ്റ്. ഇത് അടിപൊളിയുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം മനസ്സിലായ? തലനേമല്ല എടുക്കണേ. ഒരു ബുക്ക് കൊടുത്തിട്ട് ബുക്ക് വായിക്കണല്ലേ? ഈ സൺഫ്ലവറിനേക്കാൾ കിടില സൺഫ്ലവർ ലാസ്റ്റ് വരും. ഞാനും ചുരുണ്ട മുടിയും വേവി. ഇത് അടിപൊളിയുണ്ട്. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഇതെന്താ വായിന്ന് ബ്ലഡ് ആണോ വരുന്നത്? വൈൻ പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനത്തെ കലാകാരി. ഇതും കൊള്ളാം. ഇതെന്തായെന്നറിയോ? ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചു. പിന്നെ ഇതെന്താ വരയ്ക്കാൻ പറ്റുക എനിക്കൊരു ഐഡിയ ഉണ്ടായി. അപ്പൊ ഞാൻ മനസ്സിൽ വന്ന സാധനം വരച്ചു. ഇതെന്താ സംഭവം? എന്താ ഇതോ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി അതിൽ വരച്ചു. ഇത് പേടിക്കണ്ട. ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ പറ്റി. പക്ഷെ കുഴപ്പമില്ല, ഒരു വൈബ്. ഇത് അടിപൊളിയുണ്ട്. അത് ശരിക്കും പിൻട്രസ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? പിൻട്രസ്റ്റ് വൈബ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടില്ലേ? ഇത് ഇങ്ങനത്തെ ഉണ്ടോ? ഇതൊരു പുരുഷൻ. ഇതിവിടെ പാറ്റേൺ വരച്ചു. കൃഷ്ണനൊക്കെ ഇതിനുള്ളിൽ മറഞ്ഞു പോയിന്നുണ്ട്. ഇല്ല സോറി, പുരുഷൻ ഇതൊരു പാറ്റേൺ. ഇതൊക്കെ പാറ്റേൺ വെച്ച് നമുക്ക് പണ്ട് ഫാഷൻ അല്ല, ഇനി ഭാവിയിൽ ഫാഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ചൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ, റിപ്പബ്ലിക് ഡേക്ക് യൂസ് ചെയ്യാം. കണ്ണന ആക്ച്വലി കൊള്ളാട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ണേക്കാളൊരു ഇമ്പാക്ട് നേരിട്ട് കാണുന്നുണ്ട്. സൂപ്പർ കണ്ണൻ. ഇത് അടിപൊളി. എന്റെ ഏറ്റവും ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാരിയുടെ കളറായിരിക്കും എന്താ പച്ചയോട് ഒരു ഇഷ്ടം എന്നൊക്കെ. ഇത് ഗംഭീരം. എന്നാലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും എന്തൊക്കെയോ ഒരു സംഭവം. ഇതിന്റെ പെണ്ണിന്റെ മുടിയൊക്കെ ഇഷ്ടമായി. പെണ്ണ് കൊള്ളാം. പെണ്ണ് അതിനേക്കാളും നല്ലത് ഇതാണ്. ബട്ട് ഇത് നല്ലൊരു ബാഗ്. എനിക്ക് എന്താ പച്ച കാണുമ്പോ അങ്ങോട്ട് ഇഷ്ടപ്പെടാണ് ഗൈസ്. പച്ച ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടം. വരച്ചതൊന്നല്ല. ഗംഭീരം. ഇനി വാക്കുകളില്ല കേട്ടോ പറയാൻ. അതെ അല്ലേ? അല്ല 3D എഫക്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം. നന്നായിട്ടുണ്ട്. നമ്മളൊരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുത്. ഓ, ഇത് അവൾക്ക് ഭാവിയിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ഉണ്ടോ? ട്യൂലിപ്സ് ആണോ? ഓ, ഇത് സീൻ. ഇത് നീ സ്റ്റോറി ഇട്ടുണ്ടോ? ഇതായിരുന്നു അല്ലേ? കൊള്ളാം. സെറ്റപ്പ്. ഇനി ബാംഗ്ലൂർ വെച്ചിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ബാംഗ്ലൂർ. ഇപ്പൊ നമ്മള് നമ്മുടെ ഇതൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകാൻ പോവാണ് ഗായത്രിയുടെ വീട്ടിലേക്ക്. ഇങ്ങനെ തന്നെ വരും. ഞങ്ങൾ ഇന്ന് ഇവിടെ സ്ലീപ്പ് പോവാണ് ഗൈസ്. ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം നൈറ്റ് പരിപാടികളൊക്കെ. ഗൈസ്, ഗായത്രിയുടെ ഞാൻ ഇൻസ്പിറേഷൻ മൂത്തിട്ട് മേടിച്ച സാധനം. ഇൻസ്പയർഡ് ഫ്രം ഗായത്രി. എനിക്ക് അങ്ങനത്തെ കിട്ടിയേ അറിയില്ല. മീഷോ ആണോ വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് വലിപ്പം വ്യത്യാസം ഉണ്ടോ? അത് വലുത്. ഒന്ന് ഇവിടെ കുറയുമ്പോ ഒന്ന് അവിടെ കൂടും. ആ സ്പ്രേ എടുക്ക്. ഒരു പിങ്ക് കളർ മേലെ മേലെ മേലെ. ആ തന്നെ നല്ല സ്മെല്ലാണോ? അറിയില്ല. അടിച്ചു. നീ എന്തെങ്കിലും മേടിച്ചിട്ടുള്ളത്? ഞാനിത് യൂസ് ചെയ്യാറില്ല. കൈമ മതിയാ. വരണം കൂടില്ല അവള്. അപ്പൊ ഓണപ്പിച്ച് നോക്കാൻ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഗൈസ്, ഞങ്ങൾ വീണ്ടും വീട് മാറി. ഞങ്ങൾ ഇനി ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട് മാറും. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ എടുത്ത് നമ്മൾ വീണ്ടും പോവാണ്. നമ്മൾ സ്ലീപ്പ് ഓവർ. കുളിക്കണം. കുളിച്ചിട്ട് പോകണം. നീ അപ്പൊ കുളിക്കാൻ വേണ്ടി നീ നേരങ്ങളെ ആ ഇവിടെ ഇരിക്കാനല്ലേ? അതിന് കുഴപ്പമില്ല. ഞാൻ കുളിച്ചിട്ട് പിന്നെ ഗായത്രി കുളിച്ചിട്ട് വരും. ദിവാരിടുന്നത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുക സ്നേഹം കൊണ്ട് എന്തോ പറക്കി തരണതല്ല. അത് ഐസാണ്. സാധാരണ
അതെ അതും പറയണല്ലോന്ന്. ഞാൻ എൻ്റെ ഗായത്രീനെ മിസ് ചെയ്യും, ഗായത്രിയുടെ ഈ വീട് മിസ് ചെയ്യും. അത്ര സ്നേഹമുള്ള ഫ്രണ്ടിനെ എവിടെ കിട്ടും? അവള് കൊണ്ടുവന്നിട്ട് പഴം തന്നിരിക്കും. ഞാൻ വിചാരിച്ചു പഴം തരണേ, ഫോണിന്റെ ഭാഗമായിട്ട് മധുരം കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോ ഗൈസ് നീ തള്ള വഴി വന്നൊന്നും വിചാരിക്കരുത്, ഇത് നീ കയ്യിൽ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ എനിക്ക് പൈസ തരുന്നു. ഞാൻ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യണുണ്ട്. ഉണ്ണിയത് പിടിച്ചൊരു സന്തോഷം. എന്റെ ഫ്രണ്ടാണ്, സിസ്റ്ററാണ്, പേരക്കുട്ടിയാണ്. ഓക്കെ, അത് ഞാൻ അതുപോലെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കറങ്ങാൻ മുമ്പ് ഞങ്ങൾ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ശരിക്കും മിസ് ചെയ്യും ഗൈസ് ഈ റോഡ്. ഇവിടുത്തെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം, റോഡ്, അവളെ ഞാൻ ശരിക്കും മിസ് ചെയ്യും ഫോർ ഷുവർ. അച്ഛമ്മേൻ്റെ അടുത്ത് പറയണം. അച്ഛമ്മേൻ്റെ അടുത്ത്, അമ്മമ്മേൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് പോകാൻ പോകുന്നത്. എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ലൈക്ക് ഞാൻ നിന്നെ മിസ് ചെയ്യോടി. ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പിക്കണ്ട, ഞാൻ മിസ് ചെയ്യും. അതല്ല, ഞാൻ മിസ് ചെയ്യും. ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. അടുത്ത ഫേസ് ആയി. എനിക്ക് 2 വർഷം കഴിഞ്ഞാൽ വേറെ ഫേസ് ആവും, അടുത്ത ഫേസ് ആവും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഫുൾ ഫേസ് ആപ്പിലാണ് അവള്. എന്താ അടിപൊളിയാ നോക്ക്, ഫുൾ കാട് വീപ്പാണ്. ഇതാണ് അവളുടെ വീടിന്റെ ഫ്രണ്ട് ഏരിയ. ഞാവൽമരണ്ട്, വീട്ടിമരണ്ട്, മരങ്ങൾ. അമ്മ ഞാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് നല്ല ഞങ്ങളുടെ സ്ലീപ്പ് ഓവർ will be a very good sleepover. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire burning holes inside my brain. ശരിക്കും ഇത് പിസ്സ കട്ടണ സാധനമൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കാൻ വേണ്ടിയായതുകൊണ്ട് പിന്നെ തീരാക്രാന്തിലൊക്കെ വെച്ചെടുക്കാം. ചൂടുണ്ടാവും. But you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയൂ. Heat that melts us down again. Now it's pouring through my veins, but I said you're